സാക്ഷിയാകണം. എനിക്കായി ക്രൂശിൽ മരിച്ച എന്റെ യേശുവിന്റെ സാക്ഷിയാകണം. ഒന്നേ എന്നാശ, ഒന്നേ എന്നാശ, എനിക്കാശ വേറെ ഒന്നുമില്ലിനി. എനിക്കായി ജീവൻ വെടിഞ്ഞ എന്റെ യേശുവിന്റെ വിശുദ്ധയാകണം. എനിക്കായി ജീവൻ വെടിഞ്ഞ എന്റെ യേശുവിന്റെ വിശുദ്ധയാകണം. ഒന്നേ എന്നാശ, ഒന്നേ എന്നാശ, എനിക്കാശ വേറെ ഒന്നുമില്ലിനി. എനിക്കായി ക്രൂശു വഹിച്ച എന്റെ യേശുവിന്റെ ശിഷ്യയാകണം. എനിക്കായി ക്രൂശു വഹിച്ച എന്റെ യേശുവിന്റെ ശിഷ്യയാകണം. ഒന്നേ എന്നാശ, ഒന്നേ എന്നാശ, എനിക്കാശ വേറെ ഒന്നുമില്ലിനി. എനിക്കായി ഉയർത്തു ജീവിക്കും എന്റെ യേശുവിന്റെ പിൻപേ പോകണം. എനിക്കായി ഉയർത്തു ജീവിക്കും എന്റെ യേശുവിന്റെ പിൻപേ പോകണം. ഒന്നേ എന്നാശ, ഒന്നേ എന്നാശ, എനിക്കാശ വേറെ ഒന്നുമില്ലിനി. എൻ ജീവിതത്തിൻ വാട്ടം മാറ്റിയ എന്റെ യേശുവിനെ സ്തുതിച്ചു തീർക്കണം. എൻ ജീവിതത്തിൻ വാട്ടം മാറ്റിയ എന്റെ യേശുവിനെ സ്തുതിച്ചു തീർക്കണം. ഓട്ടം തികയ്ക്കണം, വേളയും തികയ്ക്കണം, വേറെ ആശയൊന്നുമില്ലെനിക്ക്. എന്റെ പാപമെല്ലാം കഴുകി മാറ്റിയ എന്റെ യേശുവിനെ വാഴ്ത്തിപ്പാടണം. എന്റെ പാപമെല്ലാം കഴുകി മാറ്റിയ എന്റെ യേശുവിനെ വാഴ്ത്തിപ്പാടണം. അന്ത്യമാം കാഹളം ധ്വനിച്ചിടുമ്പോൾ പറന്നുയർന്ന ശുദ്ധരോടൊത്ത് മധ്യവാനിൽ എത്തി ഞാൻ എൻ്റെ പ്രാണപ്രിയൻ പാദം ചുംബിക്കും. മധ്യവാനിൽ എത്തി ഞാൻ എൻ്റെ പ്രാണപ്രിയൻ പാദം ചുംബിക്കും. ഒന്നേ എന്നാശ, ഒന്നേ എന്നാശ, എനിക്കാശ വേറെ ഒന്നുമില്ലിനി. എനിക്കായി ക്രൂശിൽ മരിച്ച എന്റെ യേശുവിന്റെ സാക്ഷിയാകണം. എനിക്കായി ക്രൂശിൽ മരിച്ച എന്റെ യേശുവിന്റെ സാക്ഷിയാകണം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. തുടർന്ന് നമുക്ക് വായിക്കാം. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. ദൈവത്തിന് സ്തോത്രം. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നോഹ നീതിമാനായിരുന്നു. നോഹ തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു. നോഹ ദൈവത്തോടുകൂടെ നടന്നു. ഒരു പുരാതന പുണ്യപുരുഷനെക്കുറിച്ച് ദൈവത്തിന് വചനം പറയുന്നു. നോക്കൂ, നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നാം എല്ലാം ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവരാണ്. ദൈവത്തിൻ്റെ വചനം ലഭിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ കൃപയുടെ ശബ്ദം കേൾക്കുന്നവരാണ്. ദൈവത്തിൻ്റെ ഉള്ളം നമ്മെക്കുറിച്ച് എന്താണോ പ്രതീക്ഷിക്കുന്നതെന്ന് നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയിൽ അല്പായുസുകളായ മനുഷ്യർ, ചുരുങ്ങിയൊരു കാലം മാത്രം ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ ദൈവത്തിൻ്റെ ഒരു
യുഗപദ്ധതിയുടെ ഭാഗമാണ് എന്ന് നാം ഗ്രഹിക്കുകയാണ്. യുഗപദ്ധതി, നിത്യനായ ദൈവം ഒരു യുഗപദ്ധതി ആവിഷ്കരിച്ചു, യുഗപദ്ധതി ആസൂത്രണം ചെയ്തു. അതിൽ ദൈവം നമ്മെ പ്രത്യേകിച്ച് കണ്ടെടുത്തു, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, ദൈവം നമ്മെ പേർ ചൊല്ലി വിളിച്ചു, ദൈവം നമ്മെ മുന്നമേ നിയമിച്ചു, ദൈവം നമ്മെ സ്വന്തം കുടുംബത്തിലേക്ക് ദത്തെടുത്തു, ദൈവീയ കുടുംബത്തിലേക്ക് ദത്തെടുത്തു. ദൈവീയ കുടുംബത്തിലേക്ക് ദത്തെടുക്കാൻ ദൈവത്തിന് തിരുമനസ്സായി. നാം അതുകൊണ്ട് ദൈവത്തിന് കൃപ ലഭിച്ചതുകൊണ്ട് നാം നീതിമാന്മാരായി ജീവിക്കണം. ദൈവത്തിന് കൃപ ലഭിച്ചതുകൊണ്ട് നാം നിഷ്കളങ്കരായി ജീവിക്കണം. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചതുകൊണ്ട് നാം ദൈവത്തോടുകൂടി നടക്കണം. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചതുകൊണ്ട് നാം ദൈവത്തിൻ്റെ ഹിതം അനുഷ്ഠിക്കണം. നാം ദൈവത്തോട് കൂടെ നടക്കണം. നോഹ ദൈവത്തോടുകൂടി നടന്നു, ഹാനോക്ക ദൈവത്തോട് നടന്നു, നോഹ ദൈവത്തോട് നടന്നു. ദൈവത്തോട് നടക്കുക എത്ര പറഞ്ഞാലും തീരാത്തൊരു വിഷയമാണത്. ദൈവത്തോട് നടക്കുക, ജീവനുള്ള ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നടക്കുക, ദൈവത്തിൻ്റെ കാരുണ്യ സ്പർശമേറ്റുകൊണ്ട് നടക്കുക, ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞുകൊണ്ട് നടക്കുക, ദൈവത്തിൻ്റെ സ്വഭാവത്തിന് അനുരൂപമായി നടക്കുക, ജീവനുള്ള ദൈവത്തിൻ്റെ സ്നേഹം ആ സ്നേഹത്തിൽ ചേർന്ന് നടക്കുക, ജീവനുള്ള ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് ചേർന്ന് നടക്കുക. പ്രസംഗിക്കാൻ എളുപ്പമായ ഒരു വാക്കാണത്, പക്ഷേ അത്ര എളുപ്പമല്ല ജീവിതം. ദൈവത്തോട് നടക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവികമല്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. ദൈവം പ്രസാദിക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. ജീവനുള്ള ദൈവം പ്രസാദിക്കുന്നൊരു ജീവിതമായിരിക്കും അത്. ദൈവം പ്രസാദിക്കുന്നൊരു ജീവിതം, അതെന്തൊരു ഭാഗ്യമാണത്. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുകയാണ്, വചനം ലഭിച്ചു. ദൈവം ഒരു മനുഷ്യന് പ്രത്യക്ഷമായി ദൈവം വചനം കൊടുത്തു, വചനം അരുളി ചെയ്തു. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു നോഹ. ദൈവത്തിൻ്റെ നേരിട്ടുള്ള ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ ഹിതം ഗ്രഹിച്ച് നോഹ ദൈവത്തിൻ്റെ ഹിതത്തെ അനുസരിച്ചു, ദൈവത്തോടുകൂടി നടന്നു. നമുക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുകയാണ്. കൃപ ലഭിച്ചു, ദൈവത്തിന് സ്തോത്രം. എന്താണ് കൃപ? നമുക്ക് അർഹതയില്ലാത്തത് നമുക്ക് ലഭിച്ചു. അർഹതയില്ലാത്ത ദൈവിക ദാനം, ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഫ്രീ ഗിഫ്റ്റ്, സൗജന്യമായ ദാനം, അതാണ് നമുക്ക് ലഭിച്ചത്. നമ്മുടെ യോഗ്യത നോക്കിയല്ല നമുക്കിത് കിട്ടിയത്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, നാം ആരും ഈ ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കാൻ പോലും യോഗ്യരല്ല. ദൈവനാമം ഉച്ചരിക്കാൻ പോലും യോഗ്യരല്ല. യേശുവിൻ്റെ നാമം ഉച്ചരിക്കാൻ പോലും നാം യോഗ്യരല്ല. മഹാപരിശുദ്ധനായ തേജോമയനായ ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കാൻ ഞാനാര്? ദൈവം പരിശുദ്ധന്മാരിൽ പരിശുദ്ധനായി വിളങ്ങുന്നു, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നു. സ്വർഗീയ സേനകൾ, തീക്കെടുത്ത മാലാഖമാർ, അഗ്നിമയന്മാരായ മാലാഖമാർ വിറയലോടെ നിന്നുകൊണ്ട് ദൈവം പരിശുദ്ധൻ 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 എന്ന് ആഘോഷിച്ച് മഹത്വപ്പെടുത്തുന്ന നിത്യനായ ദൈവം, ആ തേജോമയനായ ദൈവം. ഒരു മനുഷ്യൻ ദൈവത്തെ കാണുക എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ ഭൂമിയിൽ ജീവനോടിരിക്കുകയില്ല. ദൈവത്തെ കാണണമെന്ന് വിചാരിച്ചാൽ പോലും സാധിക്കുകയില്ല. കണ്ടാൽ പിന്നെ ഭൂമിയിൽ കാണുകയില്ല, ഭൂമിയിൽ ജീവനോടിരിക്കുകയില്ല. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക, ദൈവത്തോട് നടക്കുക. ദൈവത്തിൻ്റെ ശബ്ദം നോഹ കേട്ടു, ദൈവത്തിൻ്റെ വചനം നോഹയ്ക്ക് ലഭിച്ചു. ദൈവത്തിൻ്റെ വചനം എന്തായിരുന്നു? വരാൻ പോകുന്ന വലിയ ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. ദൈവത്തിന് വചനം എന്നും മുന്നറിയിപ്പ് തരുന്നതാണ്. മുന്നറിയിപ്പുകൾ, ഇപ്പോൾ നീ പോകുന്ന പോക്കിൽ പോയാൽ അപകടത്തിലേക്കാണ് എന്നുള്ള മുന്നറിയിപ്പ്. അത് ശവിക്കുന്നതല്ലത്, നമ്മെ മാറ്റിക്കളയുന്നതല്ലത്, നമ്മെ തരം താഴ്ത്തുന്നതല്ലത്. അത് നമ്മെ ഉയർത്തിയെടുക്കുന്നതാണ്, നമുക്ക് നവോന്മേഷം പകരുന്നതാണ്, പുതുജീവൻ പകരുന്നതാണ്, പുതിയ ചൈതന്യം പകരുന്നതാണ്. ദൈവത്തിൻ്റെ ശബ്ദം വരാനിരിക്കുന്ന ഭീകരമായ ശിക്ഷാവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളാണ്. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. വലിയ ശിക്ഷ വരാൻ പോകുന്നു. ഈ ഭൂമി മുഴുവനും ജലത്തിനടിയിലാകാൻ പോകുന്നു. വലിയൊരു പ്രളയം ഉണ്ടാകും. സാധാരണഗതിയിൽ വിശ്വസിക്കാൻ സാധ്യമല്ലാത്ത കാര്യമാണെങ്കിലും നോഹ അത് വിശ്വസിച്ചു. നോക്കൂ, വേദപുസ്തകത്തിലെ പുരാതന പുണ്യാത്മാക്കളെ ആരെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അവരെല്ലാം ദൈവത്തിൻ്റെ വചനം ചോദ്യം ചെയ്യാതെ അനുസരിച്ചവരാണ്, വിശ്വസിച്ചവരാണ്. വിശ്വസിച്ചു, വചനം വിശ്വസിക്കുക. നോഹയ്ക്ക് അതിനുള്ള കൃപയാണ് ലഭിച്ചത്. വചനം വിശ്വസിച്ചു. ഒന്നും അറിയാൻ പാടില്ലാത്ത കാര്യം, മഴ ഭൂമിയിൽ പെയ്തിട്ടില്ല, ഭൂമി മഞ്ഞുകൊണ്ട് മാത്രം, ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി ഭൂമി നനഞ്ഞുകൊണ്ടിരുന്നു. മഴയെന്നത് എന്താണെന്ന് പോലും അറിയാൻ പാടില്ല. അങ്ങനെയൊന്നും ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. അതൊരു അത്ഭുത പ്രതിഭാസമാണ്. അതിനെക്കുറിച്ചാണ് നോഹയ്ക്ക് അരുളപ്പാട് കിട്ടിയത്. ദൈവം പറഞ്ഞു, നോഹ വിശ്വസിച്ചു. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുക, അതൊരു വലിയ ഭാഗ്യമാണ്. വിശ്വസിക്കുക. നോഹ ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ചു. നോഹ ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ചു. വചനം വിശ്വസിച്ചത് എങ്ങനെ തെളിയും? നോഹ അനുസരിച്ചു. നമുക്ക് വചനം കിട്ടുന്നു, ഈ വചനം വിശ്വസിക്കുക. ഒരു വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല.
ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നതെന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഇബ്രാഹിം ലേഖനം 11-ാം അധ്യായം. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നതെന്ന് വിശ്വസിക്കണം. നിങ്ങൾ ഒരു കാര്യം പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ദൈവസേനയിൽ കൊണ്ടുവന്നു, പ്രാർത്ഥിച്ചു. നിങ്ങൾ വിശ്വസിക്കണം, ഞാനിത് ദൈവഹിതപ്രകാരമായി ഞാൻ പ്രാർത്ഥിച്ചതാണെങ്കിൽ എനിക്ക് ലഭിച്ചിരിക്കും. ഈ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയം എൻ്റെ കർത്താവിൻ്റെ ഹിതമാണെങ്കിൽ എനിക്ക് ഏറ്റവും നല്ലത് കർത്താവ് തരും. ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. വിശ്വസിച്ചുകൊണ്ട് നാം ചെല്ലണം. വെറുതെ അന്ധമായി വിശ്വസിക്കുകയല്ല. നാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ അപ്രമേയ ശക്തിയിൽ വിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ അളവില്ലാത്ത ശക്തിയിൽ നാം വിശ്വസിക്കുകയാണ്. നിത്യനായ ദൈവത്തെ നാം വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ആരെല്ലാം ആത്മീയമായി വളർന്നിട്ടുണ്ടോ അവരെല്ലാം വിശ്വാസികളായിരുന്നു. അവർ ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ചവരായിരുന്നു. വചനം വിശ്വസിക്കാതെ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട്, ദൈവത്തിൻ്റെ വചനം കേട്ട്, വചനം വിശ്വസിക്കാതെ, സ്വീകരിക്കാതെ, അനുസരിക്കാതെ ആർക്കും ദൈവരാജ്യത്തെത്താൻ സാധിക്കുകയില്ല. നോഹ ദൈവത്തെ വിശ്വസിച്ചു, നോഹ ദൈവത്തെ അനുസരിച്ചു, നോഹ ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചു, നോഹ വചനപ്രകാരം പ്രവർത്തിച്ചു. എങ്ങനെയാണ്? പെട്ടകം ഉണ്ടാക്കുക എന്ന് ദൈവം പറഞ്ഞു. ആളുകൾ അടക്കം പറഞ്ഞു കാണും, ഒരു പുതിയ ബോട്ട്. ഇതെന്ത് സാധനം? അത് ബോട്ടെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ വെള്ളത്തിൽ കൂടി പോകുന്ന സാധനമല്ലേ. പക്ഷേ ഇവിടെ വെള്ളം എവിടെ? ഇവിടെ കരയ്ക്ക് വെള്ളമില്ലല്ലോ. ഇവിടെ ഈ കരയിൽ ഇങ്ങനെ ഒരു ബോട്ട് ഉണ്ടാക്കി വെച്ചിട്ട് എന്താ കാര്യം? ആളുകൾ പരസ്പരം അടക്കം പറഞ്ഞു. നോഹയെ പരിഹസിച്ചു, നോഹയെ കളിയാക്കി, നോഹയെ പുച്ഛിച്ചു, നോഹയ്ക്ക് കിറുക്കാണെന്ന് പോലും പറഞ്ഞു. ആർക്കും മനസ്സിലായില്ല. ഈ പെട്ടകം പണിയുന്ന ആശാരിമാർ പോലും അവർ പണിയുന്നതിനിടയ്ക്ക് പരസ്പരം പുഞ്ചിരിച്ചുകൊണ്ട്, ഹാസ്യാത്മകമായി പുഞ്ചിരിച്ചുകൊണ്ട് അവർ പണി തുടർന്നു. അവർക്ക് പോലും ഇതൊന്നും ഒരു വിശ്വാസമായില്ല. എന്തിനാണ് പണിയുന്നവർക്ക് അറിഞ്ഞുകൂടാ. പ്രളയം വരുമെന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വാസമില്ല. പെട്ടകം പണിതുകൊണ്ടിരുന്നു, നോഹ പ്രസംഗിച്ചു കൊണ്ടിരുന്നു, നോഹ ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരുന്നു, ലഭിച്ച വചനം ജനത്തിന് കൊടുത്തുകൊണ്ടിരുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു വിശ്വാസി അവന് ലഭിച്ച വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. നമുക്ക് സൗജന്യമായിട്ടാണ് ഈ രക്ഷ കിട്ടിയത്. അതാണ് സുവിശേഷ വേലയുടെ തന്നെ വാസ്തവത്തിലുള്ളതായ പ്രേരക ശക്തി. നമുക്ക് വചനം കിട്ടി, ആ വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നാം തയ്യാറാകണം. നമുക്കൊരു അനുഗ്രഹം കിട്ടി, ആ അനുഗ്രഹം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ നാം തയ്യാറാകണം. പ്രിയപ്പെട്ടവർ, നാം അങ്ങനെ ചെയ്യുന്നുണ്ടോ? മറ്റുള്ളവർക്ക് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കാൻ, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കാൻ നാം തയ്യാറാകുന്നുണ്ടോ? ഈ മഹാഭാഗ്യം എനിക്ക് ലഭിച്ചു, വലിയൊരു മഹാഭാഗ്യം. എന്താണത്? എൻ്റെ കർത്താവെ, പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഭാഗ്യം, അഗ്നിപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഭാഗ്യം, നിത്യന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതായ ഭാഗ്യം, നിത്യശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ളതായ ഭാഗ്യം. എൻ്റെ കർത്താവെ, ഇത് എനിക്ക് നീ സൗജന്യമായി തന്നു. ഇതാ കർത്താവെ, ഞാനിത് മറ്റുള്ളവർക്ക് സൗജന്യമായി കൊടുക്കുകയാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, സൗജന്യമായി നിങ്ങൾ ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. സൗജന്യമായി ലഭിച്ചതാണ്, സൗജന്യമായി കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള ആരോഗ്യം ദൈവം തന്ന ദാനമല്ലേ? നമുക്കുള്ള വിദ്യാഭ്യാസം ദൈവം തന്ന ദാനമല്ലേ? നമുക്കിന്നുള്ള ധനം ദൈവം തന്ന ദാനമല്ലേ? നമ്മുടെ ഇന്നത്തെ വരുമാനം ദൈവം തന്ന ദാനമല്ലേ? നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് ദൈവം തന്ന ദാനമല്ലേ? നമ്മുടെ മക്കൾ ദൈവം തന്ന ദാനമല്ലേ? എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം തന്ന ദാനങ്ങൾ അത് എൻ്റേതായി ഞാൻ പിടിച്ചു വയ്ക്കരുത്. എൻ്റേതെന്ന് പറഞ്ഞ് ഞാൻ പിടിച്ചു വയ്ക്കരുത്, ദൈവത്തിൻ്റേതാണ്. അതുകൊണ്ട് നമുക്കുള്ളതൊന്നും നമ്മുടേതല്ല. അതിൻ്റെ ഉടമസ്ഥൻ സ്വർഗത്തിലാണ്, നിത്യനായ ദൈവമാണ്. എന്തെല്ലാം നമുക്കിന്നുണ്ടോ അതിൻ്റെ മുഴുവൻ ഉടമസ്ഥൻ ദൈവമാണ്. അത് ഒന്ന് കൈകാര്യം ചെയ്യാൻ എന്നെ ഒരു മാനേജറായിട്ട് വെച്ചിരുന്നു മാത്രം, എന്നെ ചുമതലക്കാരനായിട്ട് വെച്ചെന്ന് മാത്രം. ഞാനൊരു ജോലിക്കാരനാണ്, ഞാനൊരു സേവകനാണ്. എന്ത്? ദൈവമാണ് ഉടമസ്ഥൻ. എന്തിൻ്റെയും സ്വത്താണോ, അല്ലെങ്കിൽ വിദ്യാഭ്യാസമാണോ, സ്വാധീനമാണോ, ജനസമ്പർക്ക കാര്യങ്ങളാണോ, എന്തെല്ലാം ഉണ്ടോ എല്ലാം ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല. ഇത് അംഗീകരിക്കുന്നതാണ് വാസ്തുവിശ്വാസം. ദൈവം തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. നിത്യനായ ദൈവം തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. പലരും ചിന്തിക്കും, ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ഉപദേശിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ല, അതെൻ്റെ ദൈവം തന്നു, ദൈവം എന്നൊക്കെ പറയുന്നതൊക്കെ ഇതൊക്കെ ഒരു പഴഞ്ഞ സിദ്ധാന്തമല്ലേ? ഇപ്പോൾ ഈ ആധുനിക തലമുറയിൽ ദൈവം എന്നൊക്കെ പറയുന്നത് മോശമല്ലേ? അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നത് തെറ്റല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ചിന്തിച്ചുകൊള്ളട്ടെ. പക്ഷേ സത്യമല്ലാതായി തീരുകയില്ല. സത്യത്തെ ഒരിക്കലും മൂടി വയ്ക്കാൻ സാധിക്കുകയില്ല. നിത്യനായ ദൈവത്തിൻ്റെ മുൻപാകെ നാം എല്ലാം ഒരു ദിവസം ചെന്ന് മുട്ടുമടക്കും. ഒരു സംശയം വേണ്ട. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ്, നിങ്ങൾക്കറിയാമോ, അതുകൊണ്ടാണ് ചാൾസ് ഡാർവിൻ മരിക്കാൻ നേരത്ത് എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞത്.
ചാൾസ് ഡാർവിൻ, മനുഷ്യൻ കുരങ്ങ് മൂത്ത് മനുഷ്യനായി തീർന്നതാണെന്ന് പറഞ്ഞ ചാൾസ് ഡാർവിൻ, മനുഷ്യൻ്റെ ഈ രൂപപരിണതിയെക്കുറിച്ച്, രൂപപരിണാമത്തെക്കുറിച്ച്, അതിനെക്കുറിച്ച് ആദ്യമായി ഒരു കാര്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനായ ചാൾസ് ഡാർവിൻ, അദ്ദേഹം എഴുതിയ ദ തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്ന പുസ്തകം വളരെ പ്രസിദ്ധമാണ്. തിയറി ഓഫ് എവല്യൂഷൻ, പരിണാമ സിദ്ധാന്തം. ഇങ്ങനെ വാനരൻ മൂത്തു വാൽ പോയി നരനായി, വാനവനാകാൻ മുതിരുകയായി എന്നായിരുന്നു ചാൾസ് ഡാർവിൻ്റെ സിദ്ധാന്തം. വാനരൻ മൂത്തു വാൽ പോയി നരനായി, ഇനി വാനവനാകും, സൂപ്പർമാനാകും. ഇതൊക്കെയാണ് ചാൾസ് ഡാർവിൻ പറഞ്ഞു വെച്ചത്. എന്തോ ഒരു വിഡ്ഢിത്തമായി പോയി ഞാൻ പറഞ്ഞത്, എന്തോ ഒരു അബദ്ധമായിപ്പോയി ഞാൻ പറഞ്ഞത്. ഏതാണ്ട് ശാസ്ത്രത്തിൻ്റെ ഏതോ ഒരു മൂലയിൽ ഞാൻ പിടിച്ചുകൊണ്ട് എന്തെല്ലാമാണ് ഞാൻ വിഡ്ഢിത്തം പറഞ്ഞു പോയത്. ശാസ്ത്രജ്ഞനായ ചാൾസ് ഡാർവിൻ അവസാനം മരിക്കാൻ നേരത്ത്, അയ്യോ എൻ്റെ കാലങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ, അയ്യോ എൻ്റെ കാലങ്ങൾ നഷ്ടപ്പെടുത്തിയല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, വോൾട്ടയർ എന്ന് പറയുന്ന നിരീശ്വരൻ, ദൈവമില്ല എന്ന് പഠിപ്പിച്ച മനുഷ്യൻ, ദൈവമില്ല എന്ന് പ്രസംഗിച്ച മനുഷ്യൻ, അദ്ദേഹം ഒരു വലിയ താത്വികനായിരുന്നു, തത്വശാസ്ത്രജ്ഞനായിരുന്നു, വലിയ ദാർശനികനായിരുന്നു. പക്ഷേ അദ്ദേഹം അവസാനം മരിക്കാറായി കിടന്നപ്പോൾ അദ്ദേഹം ഏങ്ങലടിച്ച് കരഞ്ഞു. എന്തിന്? അയ്യോ എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയല്ലോ. അദ്ദേഹം കരഞ്ഞു. കൂടെ നിൽക്കുന്നവരോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ക്രിസ്തു വിശ്വാസിയെ വിളിച്ചുകൊണ്ട് വരാമോ? അയ്യോ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? നാം പഠിച്ചതും പഠിപ്പിച്ചതും ദൈവമില്ലെന്നല്ലേ, ക്രിസ്തുവിനെ മിഥ്യയാണെന്നല്ലേ നാം പഠിപ്പിച്ചത്, മിയർ അബ്സേർഡിറ്റി, മുഴുവൻ അസംബന്ധമാണെന്നല്ലേ നാം പഠിപ്പിച്ചത്. പിന്നെ നാം ഇപ്പോൾ ക്രിസ്തു വിശ്വാസി വിളിക്കുന്നത് ശരിയാണോ? അയ്യോ, ദൈവം എന്നെ ഉപേക്ഷിച്ചു, നിങ്ങളും എന്നെ ഉപേക്ഷിച്ചോ? അദ്ദേഹം ചോദിച്ചു. ദൈവം എന്നെ ഉപേക്ഷിച്ചു, നിങ്ങളും എന്നെ ഉപേക്ഷിച്ചോ? പ്രിയപ്പെട്ടവരെ, അദ്ദേഹം നിരാശനായി കിടന്നു. ഇടയ്ക്ക് ചില ഞരക്കങ്ങൾ, ഇടയ്ക്ക് ചില അലർച്ചകൾ, ആക്രോശങ്ങൾ, ഇടയ്ക്ക് ഏങ്ങലടികൾ. നഷ്ടപ്പെട്ടു പോയല്ലോ, ലോസ്റ്റ്, ഐ ആം ലോസ്റ്റ്, അയ്യോ നഷ്ടപ്പെട്ടു പോയി, ഞാൻ നഷ്ടപ്പെട്ടവനായി തീർന്നു. ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞു. ആ സ്നേഹിതന്മാരും സുഹൃത്തുക്കളും ശിഷ്യന്മാരും എല്ലാം ചുറ്റും നിൽക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, അയ്യോ ഞാൻ താണു പോകുന്നല്ലോ, ഐ എം സിങ്കിങ് ഡീപ്പ് ഇൻ ദ ഫയർ ഓഫ് ഹെൽ, നരകത്തിയിലേക്ക് ഞാൻ താണു പോകുന്നല്ലോ, നരകത്തിൻ്റെ അഗ്നിയിലേക്ക് ഞാൻ താണു പോകുന്നല്ലോ. എന്നെ ഒന്ന് രക്ഷിക്കാൻ ആരുണ്ട്? ഹൂ ക്യാൻ റെസ്ക്യൂ മീ ഫ്രം ദിസ് ഫയർ ഓഫ് ഹെൽ? ഈ നരകത്തിയിൽ നിന്ന്, ഈ നരകാഗ്നിയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുണ്ട്? ഏങ്ങലടിച്ച് കരഞ്ഞു. കേൾക്കണമോ? ഞാൻ വായിച്ചു. അദ്ദേഹത്തെ ശുശ്രൂഷിച്ച ഒരു നേഴ്സ് പറഞ്ഞതാണ്, ഇനി ഈ ഫ്രാൻസിലെ സമ്പത്ത് മുഴുവൻ എനിക്ക് തന്നാലും ഒരു നിരീശ്വരൻ്റെ മരണക്കിടക്കയിൽ ഞാൻ ശുശ്രൂഷിക്കുകയില്ല. ഫ്രാൻസിൻ്റെ സമ്പത്ത് മുഴുവൻ തന്നാലും ഒരു നിരീശ്വരൻ്റെ മരണക്കിടക്കയിൽ ശുശ്രൂഷിക്കാൻ എനിക്ക് സാധ്യമല്ല. എനിക്ക് വയ്യ ആ വേദന കാണാൻ, എനിക്ക് വയ്യ ആ പ്രലപനം കേൾക്കാൻ, എനിക്ക് വയ്യ ആ ആക്രോശങ്ങൾ കേൾക്കാൻ, എനിക്ക് വയ്യ ആ വേദന കണ്ടുകൊണ്ട് നിൽക്കാൻ. പ്രിയപ്പെട്ടവരെ, വോൾട്ടയർ നിരാശയോടെ കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. കേൾക്കൂ, ഇനിയും പറയാം. പ്രിയപ്പെട്ടവരെ, ഇനിയും പറയാം. ഹെർബർട്ട് സ്പെൻസർ വലിയ താത്വികനായിരുന്നു. അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാരുടെ അടുക്കൽ ചെന്നു. ഞങ്ങൾക്ക് അങ്ങയുടെ ശവകുടീരത്തിൽ ഒരു സ്മാരകശില എഴുതി വയ്ക്കണമെന്നുണ്ട്, അങ്ങയുടെ അനുസ്മരണത്തിന് വേണ്ടി ഒരു സ്മാരകശില എഴുതി വയ്ക്കണമെന്നുണ്ട്. ഞങ്ങൾ എന്താ എഴുതേണ്ടത്? അങ്ങ് പറഞ്ഞാൽ അത് ഞങ്ങൾ എഴുതിക്കോളാം. അങ്ങയുടെ ശവകുടീരത്തിൽ എഴുതി വയ്ക്കേണ്ടതായ സ്മാരകശിലയിൽ എന്താണ് ഞങ്ങൾ എഴുതേണ്ടത്? അദ്ദേഹം കുറച്ച് നേരം കണ്ണടച്ച് കിടന്നു. കണ്ണിൻ്റെ കടക്കണ്ണിൽ കണ്ണീര് ഉറന്നുകൂടി. പയ്യെ കണ്ണ് നനഞ്ഞ് താഴോട്ട് ഒഴുകാൻ തുടങ്ങി. അദ്ദേഹം അല്പം വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, 2 വാക്ക് എഴുതിയാൽ മതി. 2 വാക്ക്. മോസ്റ്റ് അൺഹാപ്പി, ഏറ്റവും അസന്തുഷ്ടൻ. പ്രിയപ്പെട്ടവരെ, കേൾക്കൂ, ദൈവത്തെ ചോദ്യം ചെയ്യാൻ മനുഷ്യനെന്ന് മുതിരുന്നുണ്ട്. അബദ്ധമാണ്. യാഥാർത്ഥ്യത്തോട് അടുത്ത് വരുമ്പോൾ, മരണത്തിൻ്റെ അന്തിമ വിനാഴികയിലേക്ക് അടുത്ത് വരുമ്പോൾ, നിത്യമായ യാഥാർത്ഥ്യത്തിലേക്ക് അടുത്ത് വരുമ്പോൾ, അപ്പോൾ നാം കൈകാലിട്ടടിക്കും. അയ്യോ നഷ്ടപ്പെട്ടു പോയില്ലെന്ന് ഓർക്കും. ഇന്ന് നമുക്ക് ബുദ്ധിയുണ്ട്, ഇന്ന് നമുക്ക് ആരോഗ്യമുണ്ട്, ഇന്ന് നമുക്ക് ശക്തിയുണ്ട്, ഇന്ന് ആരെയും ചോദ്യം ചെയ്യാനുള്ള കഴിവുണ്ട്, ഇന്ന് എന്തിനേയും ചോദ്യം ചെയ്യാം, ആരോട് മത്സരിക്കാം, ആരോട് വാഗ്വാദം ചെയ്യാം, ഇന്ന് കരുത്തുണ്ട്, ഇന്ന് അതിനുള്ള ആൾബലവും പക്ഷേ കണ്ടേക്കും. ഇന്ന് വഴക്കുണ്ടാക്കാം, ഭാര്യയെ തല്ലാം, ഇന്ന് ഭർത്താവിനോട് മറുതലിക്കാം, മത്സരിക്കാം, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കാം, ഇന്ന് കോളേജിൽ സമരം ഉണ്ടാക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഹോസ്റ്റലിൽ റാഗ് ചെയ്യാം, ഇന്ന് പാവപ്പെട്ട ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ ദുരിതത്തിൽ ആഴ്ത്താം, ഇന്ന് ഇതൊക്കെ ചെയ്യാം. എല്ലാം ആര് തടുക്കാൻ? പ്രിയപ്പെട്ടവരെ, എന്നാൽ തടുക്കുന്നവനൊരു ദിവസം അവൻ്റെ കരം നീട്ടും. അന്ന് നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുമ്പോൾ അയ്യോ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞ് കരയും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ചിലപ്പോൾ തോന്നും, ഇതെന്ത് വെട്ടിത്തവണ ഈ പറയുന്നത്? അങ്ങനൊരു കാര്യമുണ്ടോ? ഒരു നിത്യതയുണ്ടോ? മക്കളെ, ഉണ്ട്. ഒരു നിത്യതയുണ്ട്. മരണം നിത്യതയിലേക്കുള്ളൊരു വാതിൽ മാത്രമാണ്. നിത്യതയിലേക്കുള്ള ഒരു വാതിൽ. ഈ വാതിൽ, മരണമെന്ന വാതിൽ കടന്ന് നിത്യതയുടെ യുഗത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നിത്യതയിലേക്ക്. ദൈവത്തിന് സ്തോത്രം. സാധു സുന്ദർ സിംഗ്
വളരെ മനോഹരമായ ഉദാഹരണം പറഞ്ഞു. എന്താണെന്നറിയാമോ? കോഴിമുട്ടയ്ക്കകത്തിരിക്കുന്ന കോഴിക്കുഞ്ഞ് തള്ളക്കോഴിയോട് പറയുകയാണ്, ആ കോഴിമുട്ടയെ അടയിരിക്കുന്ന തള്ളക്കോഴിയോട് പറയുകയാണ്, അമ്മേ, ഞാൻ ഈ കുടിസുമുറിയിൽ ഞാൻ ഇങ്ങനെ സുഖമായിട്ടിരിക്കുകയാണ്. തള്ളക്കോഴി പറഞ്ഞു, കുഞ്ഞേ, നീ ഇപ്പോൾ കുടിസുമുറിയിലായിരിക്കുന്നത്. നീ ഇപ്പോൾ ആ മുട്ടയ്ക്കകത്ത് മുട്ടത്തോടിനുള്ളിൽ നീ ഒതുങ്ങിയിരിക്കുകയാണ്. ഏതാനും ദിവസം കഴിയട്ടെ, കാണാം, നീ പുറത്തു വരും. പുറത്തു വരുമോ? എങ്ങോട്ടാ പുറത്തു വരാൻ? കുഞ്ഞേ, നിനക്കറിയാമോ, ഈ മുട്ടത്തോടിനകത്തിരിക്കുന്ന നിനക്ക് വിശാലമായ ലോകത്തേക്ക് ഇറങ്ങാം. നിൻ്റെ ചുറ്റുമുള്ള മുട്ടത്തോട് പൊട്ടും. മുട്ടയുടെ തൊണ്ട് പൊട്ടിയിട്ട് നീ പുറത്തു വരും. ഈ വെറുതെ പറയുന്നതല്ലേ? ഇതൊക്കെ കേട്ട് വിശ്വസിക്കാനേ ഉള്ളൂ ഞാൻ? അല്ല കുഞ്ഞേ, ഞാൻ അവിടെ ഇരുന്നു കൊണ്ടാണ് പറയുന്നത്. ഞാൻ ഈ വിശാലമായ ലോകത്ത് ഇരുന്നു കൊണ്ടാണ് പറയുന്നത്. നീ പുറത്തു വരും. നീ പുറത്തു വരുമ്പോൾ അപ്പോൾ നീ അത്ഭുതപ്പെടും. ഇതോ ലോകം. നിനക്ക് തോന്നും ഇതാണ് ഇപ്പോൾ നീ ഇരിക്കുന്നിടമാണ് ലോകമെന്ന്. ഇപ്പോൾ നിൻ്റെ ലോകം ഇപ്പോൾ ഈ മുട്ടത്തോടിൻ്റെ ഉള്ളിലാണ്. പക്ഷേ മുട്ട പൊട്ടി നീ പുറത്ത് വരുമ്പോൾ ഒരിക്കലും നിനക്ക് എത്തിപ്പെടാൻ പറ്റില്ലാത്തതുപോലുള്ള വിശാലമായ അറുതിയില്ലാത്ത അന്തമില്ലാത്ത ലോകത്തേക്ക് നീ കടന്നു വരും. എത്ര പറഞ്ഞാലും കുഞ്ഞു കോഴിക്ക് മനസ്സിലാവില്ല. എത്ര പറഞ്ഞാലും. തള്ള പറഞ്ഞു നോക്കി, കുഞ്ഞേ, നിൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ചില മുളകൾ പോലെ കാണുന്നുണ്ടോ? നിൻ്റെ ശരീരത്തിൽ ഒതുങ്ങിക്കൂടി 2 ചിറകുകൾ കാണുന്നുണ്ടോ? അതിലെ മുളകൾ പോലെ കാണുന്നുണ്ടോ? അത് തൂവലുകളായിട്ട് വരും. തൂവലുകൾ. അത് വെച്ച് നിനക്ക് പറക്കാം. നിനക്ക് മനസ്സിലാവില്ല, നീ പറക്കും. കുഞ്ഞു കോഴിക്ക് മനസ്സിലാവില്ല. പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കൂ. ഇന്ന് അവിശ്വസിക്കുന്ന പലർക്കും കാര്യം മനസ്സിലാകുന്നില്ല. മനസ്സിലാകാത്തതുകൊണ്ടാണ്. അവർ മനഃപൂർവ്വമല്ല, അവർ പിടികിട്ടുന്നില്ല. കണ്ണുകാഴ്ചയില്ലാത്ത ആളോട് എന്ത് മനോഹരമായ വസ്തുവാണെന്ന് പറഞ്ഞാൽ മനസ്സിലാകുമോ? എന്ത് സുന്ദരമായ പുഷ്പമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാകുമോ? എന്ത് വിശാലമായ ആകാശ പരപ്പാണെന്ന് പറഞ്ഞാൽ മനസ്സിലാകുമോ? മനസ്സിലാവുകയില്ല. കാരണം ആ കുടുസായ മനസ്സിൽ, ഇടുങ്ങിയ മനസ്സിൽ അത്രയൊക്കെ കൊള്ളുകയുള്ളൂ. ഞാനെന്ന് പറയുന്ന ഈ നിസ്സാര മനുഷ്യൻ്റെ മനസ്സിൽ അത്രയ്ക്കൊക്കെ കൊള്ളുകയുള്ളൂ. എന്നാൽ വിശാലമായ ലോകം, നിത്യതയുടെ ലോകം, നിത്യത പരന്നു കിടക്കുന്നു. അതിരില്ലാത്ത നിത്യത, അതിർത്തിയില്ലാത്ത നിത്യത, അളവില്ലാത്ത നിത്യത. ദൈവത്തിന് സ്തോത്രം. അവസാനമില്ലാത്ത നിത്യത. ആ നിത്യതയിലേക്ക് നാം പ്രയാണം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് മാനസാന്തരപ്പെടാം. ഇന്ന് വേണമെങ്കിൽ നമുക്ക് വചനം വിശ്വസിക്കാം. ഇന്ന് വേണമെങ്കിൽ വചനം സ്വീകരിക്കാം. ഇന്ന് വേണമെങ്കിൽ മുന്നറിയിപ്പുകളെ നമുക്ക് പരിഗണിക്കാം. മുന്നറിയിപ്പുകളെ പരിഗണിക്കുക. മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. മുന്നറിയിപ്പുകൾ വരുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുന്നറിയിപ്പുകൾ. എന്നും വചനത്തിൻ്റെ മുന്നറിയിപ്പാണ് കിട്ടുന്നത്. മോനെ, നീ ഇന്ന് പോകുന്ന പോക്കിൽ പോയാൽ നീ നിത്യമായ നരകത്തിലേക്ക് പോകും. കുഞ്ഞെ, നീ ഇന്ന് പോകുന്ന പോക്കിൽ പോയാൽ നിത്യമായ അഗ്നിയിലേക്ക് പോകും. ദൈവം സ്നേഹത്തോടെ നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ മനുഷ്യനിത് പലപ്പോഴും സ്വീകരിക്കുന്നില്ല. കാരണം അവന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നോഹ വിശ്വസിച്ചു, അതാണ് കൃപ. നോഹയ്ക്ക് വചനം കിട്ടിയ വചനം വിശ്വസിച്ചു, അതാണ് ദൈവകൃപ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. കേവലം ശബ്ദമായി നിങ്ങളുടെ കാതിൽ ഒന്ന് പതിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ശബ്ദം നിങ്ങളുടെ മനസ്സിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നു. ശരി, ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് പലപ്പോഴും അത് സ്വീകരിക്കാൻ മടിച്ചു നിൽക്കുകയാണ്. നിങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുകയാണ്. സാരമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യൂ. വളരെ ലളിതമായൊരു കാര്യം പറയാം. എൻ്റെ ഈ ബുദ്ധിയിൽ ഒന്നും ഒതുങ്ങുകയില്ല. എൻ്റെ ഈ ചെറിയ ബുദ്ധി, ഞാനൊരു ചെറിയ മനുഷ്യനാണ്. എൻ്റെ ബുദ്ധിയിൽ ഒന്നും ഒതുങ്ങുകയില്ല. കർത്താവേ, നീ എന്നെ സൃഷ്ടിച്ചു. ഞാൻ സ്വതവേ ഉണ്ടായി വന്നതല്ല. നിത്യനായ ദൈവം എന്നെ സൃഷ്ടിച്ചു. ഈ ഭൂമി ഇത്രയും കാലം ഞാൻ ജീവിച്ചു. കർത്താവേ, ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു. യേശുവേ, നീ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നീ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്. ഞാൻ നരകത്തിലേക്ക് പോകരുത് എന്ന് നിനക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് കർത്താവേ, നീ എന്നെ നരകത്തിൽ നിന്ന് രക്ഷിപ്പാൻ നീ കുരിശിൽ മരിച്ചത്. അതുപോലെ എനിക്ക് മനസ്സിലാവുകയില്ല. എൻ്റെ ഈ ചെറിയ ബുദ്ധി മനസ്സിലാവുകയില്ല. എനിക്ക് അതൊന്നും ഗ്രഹിക്കാനുള്ള കഴിവില്ല. പക്ഷേ ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു. കർത്താവേ, നിൻ്റെ ഈ വചനം, ഈ എഴുതപ്പെട്ട വചനം സമ്പൂർണ്ണ സത്യമാണ്. ഈ വചനം കർത്താവേ, എത്ര നാൾ പോയാലും ഈ വചനം പോവുകയില്ല. എത്ര നാളുകൾ കഴിഞ്ഞാലും ഈ വചനം തീരുകയില്ല. ഈ വചനം ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാഞ്ഞു പോകുകയില്ല. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കർത്താവെ, ഞാനിപ്പോൾ തിരുമുൻപാകെ ഒരു കാര്യം ഏറ്റു പറയുന്നു. ഞാനൊരു പാപിയായ മനുഷ്യനാണ്. എനിക്കിതൊന്നും മനസ്സിലാവുകയില്ല. ഞാൻ കേവലം നിസ്സാരനായ ഒരു മനുഷ്യനാണ്. എൻ്റെ ബുദ്ധിയിൽ ഇതൊന്നും ഒതുങ്ങുകയില്ല. കർത്താവെ, ഞാൻ നിന്നോടൊരു കാര്യം മാത്രം പറയുന്നു. വളരെ ലളിതമായൊരു കാര്യം പറയുന്നു. എൻ്റെ അറിവില്ലായ്മയിൽ ഞാൻ പറയുകയാണ്. എൻ്റെ നിസ്സാരതയിൽ ഞാൻ പറയുകയാണ്. കർത്താവെ, ഞാനൊരു പാപിയായ മനുഷ്യൻ. എങ്കിലും നീ എന്നെ സ്നേഹിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്നു. കർത്താവെ, ഞാൻ നിന്നെ അറിയാതിരിക്കുമ്പോഴും നീ എന്നെ പേർ ചൊല്ലി വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ വിളിക്കാതിരിക്കുമ്പോഴും നീ എന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴും നീ എന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. പാപത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും നീ എന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവെ, ഞാനത് വിശ്വസിക്കുന്നു. വാസ്തവമായും വിശ്വസിക്കുന്നു.
യേശുവേ, നീ എന്നെ സ്നേഹിക്കുന്നു. നിത്യനായ ദൈവോത്ര അവിടെ സ്വർഗം ചായച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതും അവിടുന്ന് ക്രൂശിൽ ത്യാഗമരണം മരിച്ചതും എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപിയായ എന്നെ കോരിയെടുക്കാനാണ് നീ ക്രൂശിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് മറ്റൊന്ന് അറിഞ്ഞുകൂടെ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. നിൻ്റെ വചനം അങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. ഞാൻ ഏൽക്കേണ്ട ശിക്ഷ നീ എനിക്ക് പകരമായിട്ട് ഏറ്റു. ഞാനാണ് ശിക്ഷ ഏൽക്കേണ്ടിയിരുന്നത്. അവിടുന്ന് കുറ്റമില്ലാത്തവനാണ്, അവിടുന്ന് പാവമില്ലാത്തവനാണ്, അവിടുന്ന് ശിക്ഷ ഏൽക്കേണ്ട ആവശ്യമുള്ളവനല്ല. പക്ഷേ ആ ശിക്ഷയല്ല നീ ഏറ്റത്, എൻ്റെ പാവത്തിൻ്റെ ശിക്ഷ നീ വഹിച്ചതാണ്. അത് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഈ എളിയ വിശ്വാസത്തോടെ ഞാൻ തിരുവൻപാക് കടന്നു വരികയാണ്. കർത്താവേ, ഇപ്പോൾ നീ എന്നെ പാപത്തിൻ്റെ ആ അഗാധമായ കുഴിയിൽ നിന്ന് എന്നെ നീ വലിച്ചു കയറ്റണം. കർത്താവേ, ലോക ഇമ്പങ്ങളുടെ കുഴിയിൽ നിന്ന് നീ എന്നെ വലിച്ചു കയറ്റണം. ലോക സുഖങ്ങളുടെ കുഴിയിൽ നിന്ന് നീ എന്നെ വലിച്ചു കയറ്റണം. പിശാചിൻ്റെ വലയിൽ നിന്ന് നീ എന്നെ വിടുവിക്കണം. സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന പൈശാചികമായ ബന്ധനത്തിൽ നിന്ന് നീ എനിക്ക് മോചനം തരണം. കർത്താവേ, അതുകൊണ്ട് ഞാൻ ആശയോടെ മുമ്പ് വരികയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് ദൈവത്തോടൊരു വാക്ക് പറയും. കർത്താവേ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. കർത്താവേ, ഞാനൊരു പാവപ്പെട്ട മനുഷ്യൻ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഏതാണ്ടെല്ലാം അറിയാമെന്ന് ഞാൻ ധരിച്ചതെല്ലാം വലിയ അബദ്ധമായിപ്പോയി. കർത്താവേ, ഒന്നും അറിയാത്തവനായി തിരുമുമ്പാ ഞാൻ വന്നിരിക്കുന്നു. എനിക്ക് നീ ഒരു ഉപകാരം ചെയ്തു തരണം. നീ സർവശക്തനായ ദൈവമല്ലോ. നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് വരുന്നു. എന്നെ നീ രക്ഷിക്കണം. കർത്താവേ, ഈ അന്ധകാരത്തിൻ്റെ ഭീകരമായ നരകത്തിൻ്റെ ദുരിതത്തിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണം. കർത്താവേ, പൈശാചിക ശക്തിയുടെ പിടിയിൽ നിന്ന് നീ എനിക്ക് മോചനം തരണം. ദുഷ്ടപിശാചികൾ എന്നെ തടഞ്ഞു വെച്ചിരിക്കുന്നു. പൈശാചിക സേനകൾ എന്നെ വലയം ചെയ്തിരിക്കുന്നു. കർത്താവേ, ദുരാത്മാക്കൾ എന്നെ വലയം ചെയ്ത് നിൽക്കുന്നു. കർത്താവേ, ഭീകരമായ ബന്ധനങ്ങൾ എന്നെ കെട്ടി മുറുക്കിയിട്ടിരിക്കുന്നു. കർത്താവേ, എനിക്ക് ബന്ധനം മോചിച്ച് എൻ്റെ ബന്ധനങ്ങളെ അഴിച്ച് എനിക്ക് കർത്താവേ ഒരു സ്വാതന്ത്ര്യം തരണമേ. എനിക്ക് സ്വതന്ത്രനായി നിന്നുകൊണ്ട് നിന്നെ സ്തുതിപ്പാനുള്ള കൃപ തരണമേ. കർത്താവേ, പാപങ്ങളെല്ലാം കഴുകി തരണമേ. യേശുവേ, ഞാനൊന്ന് വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. നാഥ, ഇപ്പോൾ ആ തിരുരക്തത്തെ ആശ്രയിച്ചുകൊണ്ട് ഞാനിതാ തൃപ്പാദത്തിലേക്ക് വരുന്നു. എനിക്ക് വേണ്ടി ത്യാഗമരണം മരിച്ച എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് വന്ന് എന്നെ തന്നെ ഞാനിതാ അർപ്പണം ചെയ്യുന്നു. നാഥ, ഈ ചെറിയ കാഴ്ച നീ സ്വീകരിക്കണമേ. ഈ നിസ്സാരമായ വഴിപാട് നീ സ്വീകരിക്കണമേ. എന്നെ നീ കൈക്കൊള്ളണമേ. എന്നോട് മനസ്സിലാക്കണമേ. എന്നെ സ്വീകരിക്കണമേ. എന്നെ കഴുകണമേ. എന്നെ ശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ എനിക്ക് മുദ്ര തരണമേ. എന്നെ അനുഗ്രഹിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മഹത്വമേറിയ വചനങ്ങൾക്കായി സ്തോത്രം. തിരു സാന്നിധ്യത്തിനായി സ്തോത്രം. അവിടെ നിങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. കർത്താവേ, വചനം കേൾക്കാൻ മാത്രമല്ല, വചനം വിശ്വസിപ്പാനും കൂടി ഞങ്ങൾക്ക് വരം തന്നതിനായി സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ വചനം കേട്ടില്ലവരുടെയും ഹൃദയത്തിൽ എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് തുടർന്ന് പ്രവർത്തിക്കുകയും വ്യാപരിക്കുകയും ചെയ്യണമേ. നന്മകളാൽ ഞങ്ങളെല്ലാവരെയും അലങ്കരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ.